പ്രസാദ്, ഇപ്പോൾ സമരം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് സമരം നടത്താനാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്? അവരുടെ സമരം നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു. തടയാനായി പോലീസ് സംവിധാനം സജ്ജമായിരിക്കുകയാണ്. അവിടെ സമരക്കാർ എത്തി തുടങ്ങിയോ? അതേ സ്മൃതി, പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ സമരം എവിടേക്കും കയറിപ്പോകരുത് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ മുൻകരുതൽ എടുക്കാനുള്ള നല്ല ഒരു ധൃതി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു ശ്രമം മുതലപ്പുഴയിൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ, അതായത് ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നാൽ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ 80 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു വീഴുന്ന സമയത്തും അവിടുത്തെ അശാസ്ത്രീയമായ പുലിമുട്ടിൻ്റെ നിർമ്മാണമാണെന്നും അവിടെ തകർത്ത പുലിമുട്ടിൻ്റെ ഇത് കാരണമാണ് അവിടെ മരിക്കുന്നതെന്നും അറിയാത്തവരല്ല സർക്കാർ. പക്ഷേ അവരുടെ മരണം തടയാനുള്ള ഒരു മുന്നൊരുക്കവും ഈ സർക്കാർ നടത്തുന്നില്ല എന്നുള്ളതാണ്. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ പാളയത്ത് നിന്നാണ് സമരം തുടങ്ങുന്നത്. പാളയത്ത് നിന്ന് യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് സമരം നിയമസഭയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. 10:30 തുടങ്ങുമെന്നാണ് പറഞ്ഞതെങ്കിലും 11 മണി കഴിയാനുള്ള സാധ്യതയുണ്ട്. 11-11:30 കൂടിയാണ് നിയമസഭയിലേക്ക് സമരം എത്താനുള്ള ഒരു സാധ്യത. സമരക്കാരെ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ബാരിക്കേഡ് ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പിറകിൽ ജലപീരങ്കിയുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പോലീസ് സംവിധാനം ഇവിടെ എത്തും. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തി അവരുടെ പ്രതിഷേധം അറിയിച്ച് തിരിച്ചു പോകും. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷമായി മുതലപ്പുഴയുടെ വിഷയത്തിൽ സംഭവിക്കുന്നത്. ഒടുവിൽ യഥാർത്ഥത്തിൽ ഗതികെട്ടാണ് വിഴിഞ്ഞം സമരം അതിശക്തമായി ലത്തീൻ രൂപതയുടെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയത്. അതിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പോലും പാലിക്കാനാവാതെ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടു നിൽക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായതുകൊണ്ടാണോ സർക്കാർ ഇവരോട് ഈ അവഗണന കാണിക്കുന്നത് എന്നതാണ്. അതായത് ഒന്നിക്കൽ അതിലൂടെ പോയാൽ മരണം ഉറപ്പാക്കിയിട്ടാണ് ആ പൊഴിമുറിച്ച് കടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ സ്മൃതി, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് സംവിധാനം വേണ്ടേ? അതല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീണാൽ എടുക്കാനുള്ള മറ്റ് കോസ്റ്റ് ഗാർഡിനെ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടേ? ഇതൊന്നുമില്ല. മറ്റ് വള്ളങ്ങളിൽ എത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലിൽ വീണവരെ രക്ഷപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ മരിച്ചവരുടെ കണക്ക് മാത്രമാണ് പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത് സ്മൃതി. ഇത് മാത്രമല്ല, വലിയ രീതിയിൽ പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നൂറുകണക്കിന് ആളുകളാണ് മുതലപ്പുഴയിൽ വീണത്. തീർച്ചയായും പ്രസാദ്, ഇപ്പോൾ അപകടം സംഭവിച്ചാൽ ആദ്യം എത്തേണ്ട കോസ്റ്റൽ പോലീസിന്റെ റെസ്ക്യൂ ബോട്ട് കട്ടപ്പുറത്താണ്. ഇതൊക്കെ എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞാൻ റിന്യൂവിലേക്ക് പോവുകയാണ്. റിനു, ഇപ്പോൾ ഇവിടെ മുതലപ്പുഴയിൽ അപകടം നടന്ന സ്ഥലത്താണല്ലോ റിനു ഉണ്ടായത്. ആ സ്ഥലത്ത് നടന്നുകൊണ്ട് ഏതു ഭാഗത്താണ് അപകടമുണ്ടായത്, എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നതെന്ന് ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതു ഭാഗത്താണ്? അവിടെ മണൽ നിറഞ്ഞ് കടലിൻ്റെ ആഴം കുറയുകയാണ്. അങ്ങനെയാണല്ലോ ഈ അപകടം സംഭവിക്കുന്നത്. എത്ര കാലമായി അവിടെ നിന്ന് മണൽ നീക്കം ചെയ്തിട്ട്? 3 മാസം കൂടുമ്പോൾ അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുമെന്നുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ഉറപ്പാണ് ലംഘിക്കപ്പെടുന്നത് തുടർച്ചയായി. തീർച്ചയായും സ്മൃതി, മുതലപ്പുഴി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം മരണപ്പുഴി എന്ന് മാത്രമേ നമുക്ക് ഈ പ്രദേശത്തെ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഞാൻ ഈ ചിത്രത്തിൽ കാണുന്ന ആ സ്ഥലം, അതായത് 2 പുലിമുട്ടുകൾക്കിടയിലൂടെയാണ് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ച് ഹാർബറിലേക്ക്, പഴയ ഫിഷിംഗ് ലാൻഡ് സെൻറ്ററിലേക്ക്, പുതിയ ഹാർബറിലേക്ക് വള്ളങ്ങൾ കയറി വരുന്നത്. നമുക്ക് ഈ കാണുന്ന തിരയടിക്കുന്ന സ്ഥലം, ഇപ്പോൾ അല്പം കടൽ ശാന്തമാണ്. പക്ഷേ ചില സമയങ്ങളിൽ, പുലർച്ചെ സമയങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള തിരമാലകളാണ് ഇവിടെ ഉയരുന്നത്. ഇതുവഴി മാത്രമേ ഇവർക്ക് ഈ ഹാർബറിലേക്ക് കയറാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടി ഞാൻ ഈ കാണുന്ന, അതായത് ഞാൻ നിൽക്കുന്ന ഈ പുലിമുട്ടുകൾക്ക്, വടക്കേ അറ്റത്തെ പുലിമുട്ടുകൾക്ക് സമീപം ബോട്ട് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. 4 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരും വള്ളത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നൊരു സാഹചര്യം. അതിൽ ഒരാളാണ് മരണപ്പെട്ടത്, അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. അതിൻ്റെ വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ ഇപ്പോഴും ഈ തിരമാലകളിൽ അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി തവണ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടും ഒരു രീതിയിലുള്ള പരിഹാരവും കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.